നമസ്കാരം. പൂച്ചയ്ക്ക് എന്താണ് അല്ല സെയിലിംഗ് കമന്ററിക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വായ്നോട്ടമാണ് പ്രധാന കലാപരിപാടി. രാവിലെ തന്നെ പറ്റുന്ന സൈറ്റുകളിലൊക്കെ കയറി, ഗ്രൂപ്പുകളിലൊക്കെ കയറി ഓരോ പോർട്ടുകളിൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് അതിനൊന്നും യോഗമില്ലല്ലോ. എത്ര കണ്ടെയ്നർ പുറത്തു പോയി, എത്ര കപ്പലുകൾ വന്നു, എത്ര കണ്ടെയ്നറുകൾ അകത്തു പോയി എന്നൊക്കെയുള്ള കാഴ്ചകൾ ഓരോ ഗ്രൂപ്പുണ്ട്. മുംബൈയിലും ചെന്നൈയിലും കൊളംബോയിലും സിംഗപ്പൂരിലും ദുബായിലും ഒക്കെയുള്ള ചങ്ങാതിമാരുടെ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് പുതിയ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. നമ്മുടെ മേഖലയിൽ, കപ്പൽ മേഖലയിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, നമുക്കിത് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കിങ്ങനെ കപ്പലുകൾ വരുന്നു, അവിടെ വന്നു ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നു, പോകുന്നു. നമുക്ക് വേറെ ഒരു നേട്ടവുമില്ലാത്ത ഒരു തുറമുഖം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് ഒരു കപ്പൽ വന്ന് ബർത്ത് ചെയ്ത് അൺബർത്ത് ചെയ്ത് പോകുന്നതിന് 21.40, 21 മണിക്കൂർ 40 മിനിറ്റ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നു. അതിൽ തന്നെയും ഇനിയും കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായപ്പോൾ ആ തീരുമാനം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിച്ചു. കസ്റ്റംസിന്റെ CBIC ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ഗേറ്റ് തുറന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഗേറ്റ് തുറക്കാതിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് പുതിയ സർക്കാർ, മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തിരിക്കുമ്പോൾ ആ പ്രതീക്ഷ കൂടുതൽ വർദ്ധിക്കുന്നു. ഇവിടെ അവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇങ്ങനെയാണ്. അതിനു മുമ്പ് അതിന്റെ ഒരു നിലമൊരുക്കം, ഒരു കപ്പൽ വന്നു കഴിയുമ്പോൾ ബർത്ത് ചെയ്താൽ ഉടനെ തന്നെ കണ്ടെയ്നർ ഇറക്കണമെന്നില്ല എന്നല്ല, ഇറക്കില്ല. അതിനു മുമ്പ് കുറെ പരിശോധനകളൊക്കെ ഉണ്ട്. ഒരു ഗാങ് വേ എന്ന് പറയും. കപ്പലിന്റെ സൈഡിൽ കാണുന്ന ഒരു ഗോവണി പോലെ ഒരു സംഭവം ഉണ്ടല്ലോ. കപ്പലിലുള്ളവർക്ക് ഇറങ്ങാനും കരയിലുള്ളവർക്ക് മുകളിലോട്ട് കയറാനും, നമ്മുടെ ക്യാപ്റ്റൻ ഇവിടുന്ന് പോകുന്ന പോർട്ടിന്റെ ക്യാപ്റ്റന്മാർക്ക് അകത്തോട്ട് കയറാനും ഒക്കെയുള്ള അതിട്ട് കഴിഞ്ഞാൽ ആദ്യം ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥനാണ് ആദ്യം കയറുന്നത്, ഡോക്ടർ. കയറി ആരോഗ്യ വിഷയങ്ങൾ, ഇവിടെ പകർച്ചവ്യാധികളില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. പ്രത്യേകിച്ച് കപ്പൽ ആഫ്രിക്ക പോലുള്ള ഏതെങ്കിലും പോർട്ടിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ യെല്ലോ ഫീവർ കർശനമായി അത് പരിശോധിക്കും. എല്ലാവരുടെയും മെഡിക്കൽ റിപ്പോർട്ട് അതെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ പിന്നെ എമിഗ്രേഷൻ കയറുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം അനുമതി കൊടുക്കണം. പിന്നെ എമിഗ്രേഷൻ കയറും, അവരും എല്ലാം പരിശോധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റംസ് കയറി മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു 3-4 മണിക്കൂറിന്റെ കാലതാമസമുള്ളതാണ് ഈ പ്രക്രിയ മുഴുവൻ. അത് ഇനി അതുപോലെ അത്രയും താമസമില്ലാതെ കപ്പലുകളെ ബർത്ത് ചെയ്യിക്കാനും ഡിസ്ചാർജിങ് തുടങ്ങാനും ഒക്കെയുള്ള ഒരു തീരുമാനം സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBIC അവരുടെ ഭാഗത്തു നിന്ന് വന്നു. The Central Board of Indirect Taxes and Customs has allowed remote cargo clearance. ഇനി കപ്പലിൽ കയറണ്ട, ഓൺ ബോർഡ് ചെയ്യേണ്ട, ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ കസ്റ്റംസുകാർക്ക് ഇതിന്റെ പെർമിഷൻ കൊടുക്കാം. ഡൂയിങ് എവേ വിത്ത് മാൻഡേറ്ററി ഫിസിക്കൽ ബോർഡിംഗ് ഓഫ് വെസൽസ് ബൈ കസ്റ്റംസ് ഓഫീസേഴ്സ്, അത് അവസാനിപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും അല്ല, അവർക്ക് സംശയമുള്ള കപ്പൽ വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. ഇൻ എ റിവാമ്പ് ഓഫ് വെസൽ എൻട്രി ആൻഡ് ഡിപ്പാർച്ചർ പ്രൊസീജിയേഴ്സ് എയിംഡ് അറ്റ് സ്പീഡിംഗ് ഓഫ് പോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് റെഡ്യൂസിംഗ് ഡിലേസ്. 21.40 എന്നുള്ള മണിക്കൂർ കുറച്ച് എഫിഷ്യൻസി കൂട്ടി വളരെ പെട്ടെന്ന് കപ്പലുകളെ ഡിസ്ചാർജിങ് ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് സർക്കുലറിന്റെ ഉള്ളടക്കം. ആ സർക്കുലറിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഇൻ എ സർക്കുലർ ഇഷ്യൂഡ് ലാസ്റ്റ് വീക്ക്, ദ ബോർഡ് ഓൾസോ മാൻഡേറ്റഡ് ഓൺലൈൻ ഫയലിംഗ് ഓഫ് ദ സീ അറൈവൽ മാനിഫെസ്റ്റ്. കപ്പൽ അടുക്കുമ്പോൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് ആണ്, അത് ഓൺലൈനിൽ തന്നെ ചെയ്യാം. Filing of the Sea Arrival Manifest and Sea Departure Manifest Cargo Declaration Messages under the Sea Cargo Manifest and Transshipment Regulations to enable customs officers to grant clearance
റിമോട്ട്ലി. അവർക്ക് അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ടോ വേറെ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ഓൺലൈനായിട്ട് പെർമിഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിർബന്ധമായും ഓൺബോർഡ് ചെയ്തതെല്ലാം പരിശോധിക്കണമെന്നുള്ളതിന് ഇളവ് നൽകിയിരിക്കുന്നു. ദ മൂവ് ഈസ് എയിംഡ് അറ്റ് സ്ട്രീംലൈനിങ് പോർട്ട് ഓപ്പറേഷൻസ്, വളരെ സ്മൂത്താക്കാനുള്ള പോർട്ട് ഓപ്പറേഷൻ സ്മൂത്താക്കണം, റിഡ്യൂസിംഗ് ഡിലേസ് ആൻഡ് പ്രൊമോട്ടിംഗ് എ ഫേസ്ലെസ്, പേപ്പർലെസ് ആൻഡ് റിസ്ക് ബേസ്ഡ് കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ അക്രോസ് ഇന്ത്യ. ഇവിടെയാണ് നമുക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്നത്. രാജ്യം മുഴുവൻ നടപ്പിലാക്കുമ്പോഴും നമുക്ക് ഇതിന്റെ ഒന്നും പ്രയോജനമില്ലാതെ പോകുന്ന പൂച്ചയും പൊന്നും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഒരു വേദനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഫിസിക്കൽ ബോർഡിംഗ് ഓഫ് വെസൽസ് ബൈ കസ്റ്റംസ് ഓഫീസേഴ്സ് വിൽ ബി അണ്ടർടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് പ്രൊഫൈലിംഗ് ഓഫ് ദ വെസൽസ്. എന്തെങ്കിലും പ്രത്യേക ചില റിസ്ക് ഉള്ള രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ വരുന്ന കപ്പലുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ ഇപ്പോഴും ഈ സർക്കുലർ തടസ്സമാകുന്നില്ല. കസ്റ്റംസ് ഓഫീസേഴ്സിന് അതൊക്കെ കയറി പരിശോധിക്കാം. എന്തായാലും പ്രൊഫഷണൽസ്, ഈ രംഗത്തെ പ്രൊഫഷണൽസ് പറയുന്നത് മിനിമം 3-4 മണിക്കൂർ. ഇത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും ഈ പരിശോധനകളൊക്കെ ഉണ്ട്. ഈ രണ്ടിനത്തിലും പരിശോധനകൾ കുറയുന്നതിലൂടെ ഏകദേശം 3-4 മണിക്കൂർ ലാഭിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവ് നമ്മളെ പോർട്ട് മേഖലയെ, കപ്പൽ മേഖലയെ സഹായിക്കുന്നത്. ഇന്നത്തെ ട്രാക്കത്തോൺ ഒരു വായ്നോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. രാവിലെ തന്നെ വായ്നോട്ടം ആരംഭിക്കും. ചെന്നൈയിലെ ഗ്രൂപ്പിൽ നിന്നാണ്. ചെന്നൈയിലെ ഒരു ഗ്രൂപ്പ് അവരൊരു വീഡിയോ ഇട്ടു. വളരെ സ്മൂത്തായിട്ട് കണ്ടെയ്നറുകൾ, ട്രക്കുകൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നു, പുറത്തോട്ട് വരുന്നു, വലിയ തിരക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അവര് ഒരു വീഡിയോ ഇട്ടു. അപ്പോ കുറുക്കന്റെ കണ്ണ് എപ്പോഴും എവിടെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഞാൻ ഇതൊന്ന് കണ്ടെയ്നറുകൾ ഏതെങ്കിലും നമ്പർ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്റെ മൊബൈലിൽ അത് പിടിക്കാൻ, ഞാനപ്പോൾ എഡിറ്റർ രാജേഷിനോട് പറഞ്ഞു, രാജേഷ് ഏതെങ്കിലും കണ്ടെയ്നറുകളുടെ നമ്പർ ലഭിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ രാജേഷ് എനിക്ക് ഒരു കണ്ടെയ്നറിന്റെ നമ്പർ, അത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിന്റെ നമ്പർ അയച്ചു തന്നു. അത് പരിശോധിച്ചപ്പോൾ ഇന്ന് വരെയുള്ള ട്രാക്കത്തോണിനെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു ചെറിയ യാത്രയാണ്, പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഈ എന്തിനാണ് കസ്റ്റംസ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇറങ്ങുന്നത്? അവരാദ്യം ചെയ്യേണ്ട പ്രവർത്തനം ഇതായിരുന്നില്ലേ എന്നുള്ളത് ഈ ട്രാക്കത്തോണിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. 20:05 2 ദിവസം മുമ്പാണ് കണ്ടെയ്നർ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നത്. പോകേണ്ടത് കൊളംബോയ്ക്കാണ്. ഏകദേശം ചെന്നൈയിൽ നിന്നാണെങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ട് കൊളംബോയിലെത്താം. പക്ഷെ കണ്ടെയ്നർ നേരെ പോകുന്നത് പോർട്ട് ക്ലാങ് ആണ്. മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ വരേണ്ടതിന് ഈ 10 മണിക്കൂർ 12 മണിക്കൂർ കൊണ്ട് ഇവിടെ വരേണ്ട ഒരു കണ്ടെയ്നർ ചെന്നൈയിൽ നിന്ന് നേരെ പോകുന്നത് പോർട്ട് ക്ലാങ്. അവിടെ പോയിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്ത് ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് അവിടെ നിന്ന് കറങ്ങി വീണ്ടും വരുമ്പോൾ 12 ദിവസമാണ് എടുക്കുന്നത്. ഈ ഇരിക്കുന്ന കൊളംബോയിലോട്ട് പോകാൻ 12 ദിവസം. നമ്മുടെ ഇവിടെ നിന്ന് മിക്കവാറും കപ്പലുകളുണ്ട്. മിക്കവാറും ദിവസം TRV എന്ന് കൊളംബോയിലോട്ട് കപ്പലുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ 12 മണിക്കൂർ, 15 മണിക്കൂർ, 16 മണിക്കൂർ കൊണ്ട് TRV കൊളംബോ എത്തുന്ന ദൈർഘ്യം മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട്. കൊളംബോയ്ക്ക് കപ്പലുണ്ട്. അങ്ങനെയുള്ള 15-16 മണിക്കൂർ കൊണ്ട് എത്താവുന്ന, 12 മണിക്കൂർ കൊണ്ട് എത്തുന്നതുണ്ട്, 10 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഞാൻ പരിശോധിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. പോട്ടെ, 15 മണിക്കൂർ കൊണ്ട് പോകാവുന്ന ഒരു ദൂരത്തിൽ. അപ്പൊ ചെന്നൈ എന്ന് പറയുമ്പോൾ ഇത് ചെന്നൈയിലായിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഭാഗത്ത് ബാംഗ്ലൂരിൽ നിന്നോ വേറെ എവിടെ നിന്നെങ്കിലും ഒക്കെ വന്നതായിരിക്കാം. അവിടെ നിന്ന് നേരെ TRVയിൽ വന്നാൽ 15 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു ദൂരമാണ് 12 ദിവസം. എനിക്ക് തോന്നി ഇതായിരിക്കും ഈ നമ്മുടെ ഗേറ്റ് തുറക്കാതിരിക്കുന്നതിലൂടെ കൃത്യമായും ഇതിന്റെ ദ്രോഹം ഇന്ത്യയിലെ വ്യവസായികൾ, കയറ്റുമതിക്കാർ, ഇറക്കുമതിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് വ്യക്തമാകുന്നതാണ്. ചെന്നൈയിൽ നിന്ന് മലേഷ്യയിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക 12 ദിവസം കൊണ്ടുള്ള ഒരു യാത്രയിലൂടെ നമ്മുടെ കയറ്റുമതി, ഇതിപ്പോ കയറ്റുമതിയാണല്ലോ, കയറ്റുമതിക്കാരെ ദ്രോഹിക്കുന്ന നടപടി എന്നുള്ളത് പുതിയ സർക്കാരിനെ കൂടി ബോധ്യപ്പെടുത്തുകയാണ്.
ഗേറ്റ് തുറക്കാതിരിക്കുന്നത്, ഞാൻ LDFനോട് ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഉപയോഗിച്ച വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അപേക്ഷയാണ്. കാരണം ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അവർക്ക് ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കണം, ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ ഗൗരവത്തോടെ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് 12 ദിവസം കൊണ്ട് ചെന്നൈയിൽ നിന്നൊരു കണ്ടെയ്നർ നേരിട്ട് വന്നാൽ പോലും ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ കൊണ്ട് അവർക്ക് എത്തിക്കാവുന്ന ദൂരമാണ്. ആ ദൂരത്തിലാണ് 12 ദിവസം എടുക്കുന്നത് എന്നുള്ളത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുവാൻ ഈ കഥയിലൂടെ ശൈലിംഗ മന്ത്രി ശ്രമിക്കുകയാണ്.